ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഫിഷ് ടാങ്ക് വെച്ച് അതിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഫിഷിനിടാൻ പോവുകയാണേ. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് നോക്കാം. ഇതിപ്പം മുകളിൽ ഒരെണ്ണം വലുതും താഴെ രണ്ടെണ്ണം ചെറുതായിട്ടുള്ള ഒറ്റ ഇതിൽ സെറ്റ് ചെയ്ത രണ്ടെണ്ണം ഉണ്ടേ. അപ്പം നമുക്കതിലിനി ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള കണക്ഷനൊക്കെ കൊടുക്കണം. ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഇതിപ്പം മുകളിലത്തേക്കുള്ള ലൈറ്റാണ്. അതായിട്ട് അവിടെ ആണിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. മുകളിലൊരു ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. താഴെ രണ്ടാണിയും കൂടി അടിച്ച് അത് ലെവലാക്കി വെക്കണം. ലെവലാക്കി വെച്ച് കഴിഞ്ഞ് ഇനി അത് ലൈറ്റൊക്കെ കത്തിക്കാൻ പോകണം. ഇതാണ് ലൈറ്റൊക്കെ കത്തിച്ചിട്ടുള്ളത്. താഴെ ബ്ലൂ ലൈറ്റ്, മുകളിൽ അല്ലാത്ത ലൈറ്റ്. മുകളിൽ വൈറ്റ് കളറാണേ, താഴെ ബ്ലൂ. അപ്പം നമുക്കതിലിടാനുള്ള മണ്ണ് കുറച്ച് എടുത്തിട്ടുണ്ട്, അത് കഴുകണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അത് കുറേ ചെളിയുണ്ട്, അത് മൊത്തം ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ചെളിയും പൊടിയും ഒക്കെ ആയിട്ടിരിക്കുക. നല്ലപോലെ കഴുകി അതിലിപ്പം അരിപ്പ എടുത്തിട്ട് മൊത്തം വേസ്റ്റ് എല്ലാം വാരിക്കളയണം. ഇത് തെങ്ങിൻ ചോട്ടിൽ നിന്ന് എടുത്തതാണ്. തെങ്ങിൻ ചോട്ടിൽ നിന്ന് ചരലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ചരലെടുത്തതാണ്. മൊത്തം വേസ്റ്റ് ഇപ്പോൾ എല്ലാ വേസ്റ്റും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കോരിക്കളയുക. അത് തന്നെ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുമ്പോൾ ഒറ്റപ്പത്തിലേ കാണിക്കുന്നുള്ളൂ. കഴുകുമ്പം 2-3 പ്രാവശ്യമായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്ക് ഇടാം. ഇതിപ്പോൾ മുകളിലേക്ക് മാത്രമേ ഈ മണ്ണ് തികയത്തുള്ളൂ. എടുത്തപ്പോൾ കുറഞ്ഞു പോയി. അത് മുകളിൽ ഫുള്ള് നമുക്ക് ലെവലാക്കാം. കഴുകിയിട്ട് അത്ര ചെളിയൊന്നും പോയിട്ടില്ല, എന്നാലും ചെളിയുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ലെവലാക്കണം. മൊത്തം എല്ലാ സൈഡിലും ലെവലാക്കി റെഡിയാക്കണം. ഫുള്ള് ലെവലാക്കുക. ഇനി താഴത്തേക്ക് ഇടാനുള്ള മണ്ണ് വേണേ. അപ്പം ഇതുണ്ടോ, താഴത്തേക്കുള്ള മണ്ണ് ഇതിൽ തികയത്തില്ല. അപ്പോൾ അതിൻ്റെ മണ്ണ് ഇനി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ലെവലാക്കി കഴിഞ്ഞിട്ട് മണ്ണെടുക്കാൻ പോവാം. ഫുള്ള് ലെവലാക്കി നമുക്കിനി അടുത്തതിലേക്കുള്ള മണ്ണ് എടുക്കാം. കഴുകണം. എടുത്തിട്ട് മണ്ണൊക്കെ ചരലൊക്കെയാണ്, എല്ലാം കൂട്ടിയിട്ട് വാരിയെടുക്കുക. താഴെ 2 ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് കൂടുതൽ മണ്ണ് വേണം. അതിലേക്ക് 2ലേക്കും കൂടിയിട്ട് മൊത്തം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങ് വാരിയെടുക്കുക. മൊത്തം വാരിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കഴുകണം. എല്ലാം കഴുകി കഴിഞ്ഞിട്ട് നമ്മളിത് അടിയിലേക്ക് ഇടുകയാണ്. അതിപ്പം ഒരു ഫിഷ് ടാങ്കിൻ്റെ അകത്തിട്ട് ഇനി ഇത് അടുത്തയിലേക്കും കൂടി വരണം. അപ്പം നമുക്കിതിലിനി മീനിടുന്ന പരിപാടി ഇപ്പോഴല്ല, അത് അടുത്ത വീഡിയോയിൽ തന്നെ. മീനിപ്പം ഇടുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ മീനിടാം കേട്ടോ. മീനിടുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ഇതിപ്പം മണ്ണെല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇട്ടത് മണ്ണെടുത്ത് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അത് മുകളിലേക്കും കൂടിയിട്ട് കുറച്ചെടുത്തിടണം. താഴത്തേക്ക് മുകളിലേക്കും കൂടിയിട്ട്. മുകളിൽ കുറച്ച് കുറവാണ് മണ്ണ്, അപ്പോൾ അത് മുകളിലേക്കായിട്ട് കുറച്ചെടുത്തിടണം.
എല്ലാം ലെവലാക്കുക. എത്ര മിനിറ്റ് ആയി? മതി. ലെവലാക്കി കഴിഞ്ഞ് ബാലൻസ് ഇത്രയും മണ്ണുണ്ട്, അതെടുത്ത് മേളിലേക്ക് രണ്ടിലും മണ്ണൊക്കെ നിറച്ചു, താഴത്തേലും മേളത്തേലും. ഇനി അതിലേക്ക് ഇനി വെള്ളം നിറയ്ക്കാം. അതിങ്ങനെ ഒരു പാത്രം വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയതായിട്ട് കലങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. പക്ഷെ വെള്ളം എന്നാലും കഴുകിയതിൽ കുറച്ചും കൂടി അഴുക്കുണ്ട്. അപ്പം അതിൽ പിന്നെയും വെള്ളം നല്ല കലങ്ങുന്നുണ്ട്. വെള്ളം നിറച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ചെടി വെക്കണമല്ലോ. അപ്പം ചെടി വെക്കാൻ പാടല്ലേ. അപ്പോൾ അത് കുറച്ച് നിറച്ചൊരു 1/4 ഭാഗം നിറച്ചിട്ട് ചെടി പറിക്കാൻ പോവാം. അപ്പോൾ അത് നിറയ്ക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ 2 ടൈപ്പ് ചെടിയാണ് ഇടാൻ പോകുന്നത്. നല്ല ചെളി ഇളകുന്നുണ്ട് വെള്ളത്തിൽ. ഇതുണ്ട്, പതയൊക്കെ കാണാം. നൊര പോലെ നിൽക്കുന്നത് ചെളി നല്ലപോലെ ഇളകുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ഇട്ടിട്ട് ഇനി 2 ദിവസം വെക്കണം വെള്ളം നിറച്ചിട്ട്. എന്നാലേ വെള്ളത്തിൻ്റെ കലക്കമൊക്കെ മാറി നല്ല വെള്ളമാവുള്ളൂ, കളറാവുള്ളൂ. അപ്പം 1/4 ഭാഗം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ ഇളകി വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് വാരിക്കളയണം, അല്ലെങ്കിൽ പിന്നെ അത് വൃത്തികേടായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇനി നമുക്ക് ചെടി പറിക്കാൻ പോവാം. വെള്ളത്ര ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലിടാൻ പോണത് ഈ വലിയ ചെടിയും ഈ കാണുന്ന ചെടിയും പിന്നെ അപ്പുറത്ത് കാണുന്ന ഈ ചെടിയാണ്. ഇതിൽ കാണുന്ന ഈ 2 ചെടിയാണ് നമ്മളിപ്പോൾ അതിലിടാൻ പോണത്. അപ്പോൾ ഇതിൽ കുറവാണ്. അപ്പോൾ ഈ കത്രിക ഈ കാണിക്കുന്നുണ്ടോ, അതിൽ ആ വളരെ വട്ടത്തിലിരിക്കുന്ന ചെടി, ആ ചെടിയാണ് നമ്മൾ നടാൻ പോണത്. അതും ഇതും കൂടിയാണ്. അപ്പം നമുക്ക് മുറിച്ചെടുക്കാം. വലിയ നീളമുള്ളതിൻ്റെ അടുത്ത് നല്ല മുറിച്ചെടുക്കുക. 2-3 പീസ് മതി, ചെറിയതാണല്ലോ. അതുകൊണ്ട് 2-3 പീസ് എടുത്ത് മുറിക്കുക. മുറിച്ചെടുത്തിട്ടുണ്ട് 2-3 പീസ്. ഇതൊന്ന് 2 ടൈപ്പ് ചെടിയാണേ. രണ്ടും നമുക്ക് ഇതിലേക്ക് ഇടാം, നടാം. അപ്പം മൊത്തം നട്ട് വെച്ചിട്ടുണ്ടേ. ഇതിലേക്കായിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. 2 നട്ട് വെച്ചു. ഇനി ഫുള്ള് നമുക്ക് വെള്ളം നിറച്ചിട്ട് കാണാം കേട്ടോ. ഫുള്ള് വെള്ളം നിറച്ചിട്ട്, ഇപ്പോൾ താഴത്തേലും ഫുള്ള് നിറച്ചിട്ടുണ്ട്, മേളത്തേലും നിറച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുള്ള് കലങ്ങിയിരിക്കുക. അപ്പോൾ ആ കലക്കമൊക്കെ ഒന്ന് മാറാൻ 2 ദിവസം നിൽക്കണം, എന്നാലേ ആ കലക്കമൊക്കെ നല്ലപോലെ പോവുള്ളൂ. അപ്പോൾ കലക്കമൊക്കെ മാറി അപ്പോൾ അടുത്ത മീൻ ഏതാ ഇടാൻ പോകുമെന്നുള്ളത് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബായ്.